നമസ്കാരം. വിസ്മയ മോഹൻലാലിന്റെ തുടക്കത്തിന്റെ ആദ്യ പകുതി കണ്ടിട്ട് വന്ന് നിൽക്കുകയാണ്. എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന മോഹൻലാൽ ആരാധകർക്ക് സന്തോഷിക്കാം. ഒരു നല്ല ആദ്യ പകുതി കണ്ടിറങ്ങിയ ഒരു ഫീലുണ്ട്. നല്ല സോളിഡ് സ്ക്രിപ്റ്റ് ആണ്. എനിക്ക് രസമായിട്ട് തോന്നിയത് ഇതിന്റെ സ്ക്രിപ്റ്റും ഇതിന്റെ കാസ്റ്റിംഗും ആണ്. വിസ്മയുടെ ആദ്യ പടമാണെന്നുള്ളത് തോന്നിക്കാത്ത തരത്തിൽ വിസ്മയുടെ പെർഫോമൻസ് ഉണ്ട്. അതായത് ആദ്യ പടമാണെന്ന് തോന്നിക്കാത്ത രീതിയിലുള്ള പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. ഇന്ന് എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് എന്നല്ല ഞാൻ പറയുന്നത്. ഫസ്റ്റ് പടമാണ് എന്ന് തോന്നിക്കാത്ത രീതിയിൽ വിസ്മയുടെ പ്രകടനം ഇതിനകത്തുണ്ട്. ആശിഷ് ജോ ആന്റണി വാസ് എക്സലന്റ്. പുള്ളി അടിപൊളി. ഓരോ ഫ്രെയിമിനും പുള്ളി വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. ആ ആർട്ടിസ്റ്റ് നൽകുന്ന ഫീല് ഫ്രം ദ ഫസ്റ്റ് ഫ്രെയിം നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പറയുന്ന ഒരുപക്ഷെ വിസ്മയേക്കാൾ കൂടുതൽ എന്നെ ഞെട്ടിച്ചത് ആശിഷിന്റെ പ്രകടനമാണ്. ആശിഷ് വാസ് ടോപ്പ് നോച്ച് ഫസ്റ്റ് ഹാഫില്. മനോജ് കെ ജയൻ, സായി കുമാർ അവരവരുടെ വേഷങ്ങൾ ഗംഭീരമായിട്ട് ചെയ്യുന്നു. അത് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇതിന്റെ കാസ്റ്റിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിസ്മയുടെ ചെറുപ്പകാലം അഭിനയിച്ച കുട്ടികൾ ഉൾപ്പെടെ എക്സാക്ട് ഡിറ്റോ വിസ്മയെ പോലെ ഇരിക്കുന്നു. അതായത് വലുതായി വന്ന ഇത് വിസ്മയാണ് എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ കൃത്യ കാസ്റ്റിംഗ്. ബ്രില്യൻ കാസ്റ്റിംഗ്. ബോബി കുര്യൻ വന്ന് ഒരു സീനിലൊക്കെ വന്നിട്ട് ഒരു മാസ് കാണിച്ചിട്ടൊക്കെ പോയി. സെക്കൻഡ് ഹാഫിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ഒരു റോള് കാണും. പക്ഷെ ഇത് സിനിമ റിവോൾവ് ചെയ്യുന്നത് വിസ്മയിലേക്ക് തന്നെയാണ്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ജെക്സിന്റെ BGM ഭയങ്കര രസമാണ്. എസ്പെഷ്യലി ആശിഷിന് കൊടുത്തേക്കുന്ന സ്കോർ തകർത്തിട്ടുണ്ട്. പല മൊമെന്റ്സിലും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് വളരെ ത്രില്ലിംഗ് ആയിട്ട് പോകുന്ന മൊമെന്റ്സ് ഫസ്റ്റ് ഹാഫിലുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഐ എക്സ്പെക്ട് എ ലോട്ട് ഓഫ് ത്രില്ലർ മൊമെന്റ്സ്. കാരണം അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ജൂഡ് വെറുതെ ചെയ്ത സിനിമയല്ല. ഈ സിനിമയുടെ തുടക്കത്തിൽ ടൈറ്റിൽ കാർഡിൽ ജൂഡ് എഴുതി കാണിക്കുന്ന ഒരു സാധനമുണ്ട്. സിനിമ എന്ന മായാജാലത്തിന് മുമ്പിൽ ഒരു മജീഷ്യനെ പോലെ ലാൽ സാർ മുന്നിൽ നിൽക്കുന്ന ആ ലാൽ സാറിന് വേണ്ടിയിട്ടുള്ള ഒരു ഗുരുദക്ഷിണയാണ് ഈ സിനിമ എന്നുള്ളത്. ഞാൻ കൃത്യമായിട്ടുള്ള വാചകമല്ല പറഞ്ഞത്. 5 സെക്കൻഡ് മാത്രമേ സ്ക്രീനിലുണ്ടായതുകൊണ്ട് കാണാൻ പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇതാണ് ജൂഡ് പറഞ്ഞ ആ ഒരു കാർഡ് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ട്രെയിലർ ലോഞ്ചിൽ പറഞ്ഞ ആ ഒരു മൊമെന്റ്. അത് ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആശീർവാദിന്റെ ലോഗോ വരുന്നത്. അപ്പോൾ ആ കാർഡ് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമയിലേക്ക് വരികയാണ്. ആ സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ ആവർത്തിക്കുന്നു, ഫ്രം ദ ഫസ്റ്റ് ഫ്രെയിം വി ആർ ഇൻ ദ ഫിലിം. ഈ ജൂഡ് എന്ന് പറയുന്ന ഡയറക്ടർ ഭയങ്കര രസമാണ്. കാരണം അയാൾ ഓം ശാന്തി ഓഷൻ ചെയ്യുമ്പോഴും സാറാസ് ചെയ്യുമ്പോഴും 2018 ചെയ്യുമ്പോഴും നമ്മൾ ആ ലോകത്തിലേക്ക് അയാൾ കൊണ്ടുപോകുന്നുണ്ട്. തുടക്കത്തിൽ എന്താണ് അയാളുടെ മാജിക് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. സാധാ ഫ്രെയിംസ്, സാധാ ലോകം, പക്ഷേ നമ്മൾ അതിനെ തിന്നാവും. ആ ഹുക്കിംഗ് പോയിന്റ് ജൂഡ് എവിടെ നിന്നാണ് ക്രാക്ക് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ തുടക്കം കാണുമ്പോൾ ആലോചിക്കുന്നത്, അയ്യോ ഞാൻ ഈ വേൾഡിനകത്ത് കയറിയല്ലോ, ഞാൻ ആ ലോകത്തേക്ക് വന്നല്ലോ, ഞാൻ ആ പ്രമൈസിലേക്ക് വന്നല്ലോ എന്നായിരുന്നു ഞാൻ ആലോചിച്ചു പോയത്. ആൻഡ് ചമ്മന്റെ എഡിറ്റ്, ജേക്സിന്റെ മ്യൂസിക് പറഞ്ഞതുപോലെ തന്നെ സന്തോഷ് രാമന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ എല്ലാം ഭയങ്കര രസമുണ്ട്. ഞാൻ പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് എന്ന് പറയുമ്പോൾ വിസ്മയ്ക്ക് കിട്ടുന്ന ഒരു സ്പേസ് ഉണ്ട്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, വിസ്മയ പോയിട്ട് പുതിയൊരു സിനിമ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല വിസ്മയ എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷെ ഇതിനകത്ത് ഞാൻ പറയുന്നു, ഒരു തുടക്കക്കാരി എന്നുള്ള ഫീൽ വിസ്മയൊന്നും കിട്ടുന്നില്ല. റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ്, റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ജസ്റ്റേഴ്സ് ഒക്കെ ഈ പടത്തിനകത്ത് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഉണ്ടായിരുന്നു വിസ്മയുടെ ഭാഗത്തു നിന്നും. അത് ഷീ വിൽ കറക്റ്റ്. ഓഫ് കോഴ്സ് അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഞാൻ അതില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഐ എം നോട്ട് സീയിങ് ഇറ്റ്സ് ഫസ്റ്റ് ഫിലിം. അങ്ങനെ തോന്നുന്ന രീതിയിൽ ഉള്ള പെർഫോമൻസ് ആയിരുന്നില്ല വിസ്മയുടെ. ഫസ്റ്റ് പടമാണേ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നില്ല. പ്രത്യേകിച്ച് ഈ മലയാളം മനസ്സിലാവാത്ത അല്ലെങ്കിൽ മലയാളം സംസാരിക്കാൻ പറ്റാത്ത, ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയിൽ നിന്നും ഇങ്ങനെയല്ല. ഡബ് ചെയ്തത് വേറൊരാളാണ്, പക്ഷെ അപ്പോൾ ലിപ്പ് കൊടുക്കണം, അതനുസരിച്ച് ഇമോഷൻസ് ഇമോട്ട് ചെയ്യണം. അങ്ങനത്തെ പരിപാടി വെച്ച് നോക്കുമ്പോൾ ഷീ ഹസ് ഡൺ എ ഗുഡ് ജോബ്. ആശിഷ് വാസ് ഓസം. ഞാൻ ആശിഷിനെ പറ്റി വേണമെങ്കിൽ ഇനിയും സംസാരിക്കാം. ആശിഷ് ആടിപ്പൊളി. വിത്തൗട്ട് ഡയലോഗ്സ് നമ്മളെ പിടിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. വിത്തൗട്ട് ഡയലോഗ്സ്, ഐ റിപ്പീറ്റ്, ഡയലോഗുകൾ ഇല്ലാണ്ട് നോട്ടം കൊണ്ട്, ഏറ്റവും പാടുപിടിച്ച കാര്യമാണ് നോട്ടം കൊണ്ട്, ആറ്റിറ്റ്യൂഡ് കൊണ്ട് നമ്മളെ പിടിച്ചു നിർത്തുക എന്ന് പറയുക. അതും 1-2 സീനിലോ ഒന്നുമല്ല, വരുന്ന എല്ലാ സീനിലും നോട്ടം കൊണ്ട് മാത്രം, ഡയലോഗ് കൊണ്ട് ഇമോട്ട് ചെയ്യാൻ പോലും പറ്റാതെ എക്സ്പ്രഷൻസ് കൊണ്ട് മാത്രം നമ്മളെ പിടിച്ചു നിർത്താൻ കഴിയുന്നെങ്കിൽ only a talented artist can do, and he has done a fantabulous job first half. I'm looking forward. ഞാൻ സിനിമ കാണാൻ വന്ന് വിസ്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഞാൻ നോക്കുന്നത് ആശിഷിന്റെ പ്രകടനം എങ്ങനെയായിരിക്കും സെക്കൻഡ് ഹാഫിൽ എന്നുള്ള. ആൻഡ് സോളിഡ് സ്ക്രീൻ പ്ലേ, മാൻ, സൂപ്പർ സ്ക്രീൻ പ്ലേ. എനിക്ക് തോന്നുന്നു 2 പേര് ജൂഡിന് ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് എവിഡന്റ് ആണ്. അതിനകത്ത് നല്ല സ്ക്രീൻ പ്ലേ, അതായത് നല്ല സ്ക്രീൻ പ്ലേ. ഇത് കുറെ നാൾക്ക് ശേഷം ഒരു നല്ല സ്ക്രീൻ പ്ലേ ഉള്ളൊരു പടം കാണുന്നു എന്നുള്ളൊരു സന്തോഷം കൂടി എനിക്കുണ്ട്. സോ തുടക്കം കണ്ടവരാണ് നിങ്ങളെങ്കിൽ അഭിപ്രായം പറയാം. ഫസ്റ്റ് ഹാഫ് മാത്രമേ ആയിട്ടുള്ളൂ, സെക്കൻഡ് ഹാഫ് ആയിട്ട് വീണ്ടും വരാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.